നമ്മുടെ സംസ്ഥാനത്ത് ചരിത്രം രചിച്ചുകൊണ്ടാണ് ആദ്യമായ ഒരു കോർപ്പറേഷൻ ഭരണം ബി.ജെ.പി. പിടിച്ചത്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം ബി.ജെ.പി. പിടിച്ചത് ആ നിലയിൽ ദേശീയ തലത്തിൽ വരെ വളരെ പ്രാധാന്യം അർഹിച്ചിരുന്നു. പക്ഷേ ശ്രീലേഖ അതൃപ്തിയിലാണ് എന്ന വാർത്തകൾ അന്നു മുതൽ തന്നെ ഉണ്ടായിരുന്നു. ആരും തുറന്നു പറഞ്ഞില്ലെങ്കിലും അറിയാമായിരുന്നു മേയർ സ്ഥാനം കിട്ടാത്തതിൽ ശ്രീലേഖ അതൃപ്തിയിലാണെന്ന്. ഇന്ന് ആ അതൃപ്തി അവർ തന്നെ പരസ്യമാക്കിയിരിക്കുകയാണ്. മേയറാക്കുമെന്ന ഉറപ്പിലാണ് മത്സരിച്ചതെന്ന് ശ്രീലേഖ തുറന്നടിച്ചിരിക്കുന്നു. പ്രശ്നങ്ങളെല്ലാം ഒന്നും മാധ്യമ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞ ബി.ജെ.പി. നേതാക്കളെ ആകെ വെട്ടിലാക്കിയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ആ ശ്രീലേഖ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് ബി.ജെ.പിക്കുള്ളിൽ നടക്കുന്നത് ഈ മേയർ സ്ഥാനവുമായി ബന്ധപ്പെട്ട് എന്നതാണ് നമ്മൾ ആദ്യം പരിശോധിക്കാൻ പോകുന്നത്. ഇന്ന് ശ്രീലേഖ പറയുകയാണ് മത്സരിക്കാൻ താല്പര്യമില്ലായിരുന്നു തനിക്ക്. അപ്പോഴാണ് മേയറാക്കുമെന്ന ഉറപ്പ് നൽകുന്നത്. അതിനെ തുടർന്നാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ചത് എന്നതാണ് ശ്രീലേഖ പറയുന്നത്. താനാണ് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന്റെ മുഖമെന്നാണ് നേതൃത്വം പറഞ്ഞതും ചാനലുകൾക്ക് മുന്നിൽ തന്നെ അങ്ങനെയാണ് അവതരിപ്പിച്ചത്. ചർച്ചകൾക്കും താനാണ് പോയിരുന്നത്. എന്നാൽ എന്തോ കാരണം കൊണ്ട് അവസാന നിമിഷം ഈ കാര്യങ്ങളൊക്കെ മാറി മറയുകയാണ് ഉണ്ടായത് എന്നതാണ് ശ്രീലേഖ പറയുന്നത്. നേതൃത്വത്തിന്റെ തീരുമാനത്തോട് ഒരു തർക്കവുമില്ല, അത് അംഗീകരിക്കുന്നു. തീരുമാനത്തെ എതിർത്തിട്ട് പോടാ പുല്ലേ എന്ന് പറഞ്ഞ് ഇറങ്ങി ഓടാൻ പറ്റില്ലല്ലോ. തന്നെ ജയിപ്പിച്ചവർ ഇവിടെ ഉണ്ടല്ലോ, കൗൺസിലർ ആണല്ലോ. അപ്പോൾ ആ ഉത്തരവാദിത്വം തനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ 5 വർഷം കൗൺസിലറായി തുടരാമെന്ന് തീരുമാനിച്ച് ഇവിടെ തന്നെ ഉണ്ടാകും എന്നതാണ് ശ്രീലേഖ പറയുന്നത്. എന്താണ് ഈ വിഷയത്തിലെ തന്റെ അതൃപ്തി എന്ന് തുറന്നു പറയുകയായിരുന്നു ആ ശ്രീലേഖ. എന്നെ ഈ ഇലക്ഷന് നിർത്തിയത് തന്നെ കൗൺസിലറായിട്ട് മത്സരിക്കാൻ വേണ്ടിയിട്ടല്ല, മേയർ ആകും എന്നുള്ള ഒരു വാഗ്ദാനത്തിന്റെ പുറത്താണ്. ഞാൻ വിസമ്മതിച്ചതാണ് ഇലക്ഷൻ നിൽക്കാൻ. പക്ഷെ അത് അങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ ഞാനായിരിക്കും ഈ തെരഞ്ഞെടുപ്പിന്റെ മുഖം, കാൻഡിഡേറ്റ്സിന് എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കേണ്ട ആളായിരിക്കണം. നേരത്തെ പറഞ്ഞിരുന്നത് 10 കാൻഡിഡേറ്റ്സിനെ ജയിപ്പിക്കുന്ന വൈസ് പ്രസിഡന്റും കൂടിയാണ് ഞാൻ ബി.ജെ.പിയുടെ സംസ്ഥാന. അപ്പോൾ അതിനെ 10 പേരെ വിജയിപ്പിച്ചാൽ മതി എന്നാ പറഞ്ഞ. അവസാനം ഞാൻ കൗൺസിലർ ആകേണ്ട സാഹചര്യത്തിൽ ഞാൻ പാർട്ടി പറഞ്ഞത് അംഗീകരിച്ച് നിന്നു. അങ്ങനെ തന്നെയാണ് പറഞ്ഞിരുന്നതും. അങ്ങനെയുള്ള ഒരു പടമാണ് എല്ലായിടത്തും കൊടുത്തിരുന്നതും. എല്ലാ പത്രങ്ങളുടെ ചർച്ചകൾക്കും ഒക്കെ എന്നെയാണ് വിട്ടുകൊണ്ടിരുന്നത്. ഇത് ലാസ്റ്റ് മിനിറ്റ് വരെ അങ്ങനെ തന്നെയാണ് ഞാനും കേട്ടിരുന്നത്. പക്ഷേ എന്തോ കാരണങ്ങൾ കൊണ്ട് അവസാന നിമിഷം മാറി. എനിക്ക് തോന്നുന്നു അപ്പൊ രാജേഷ് കുറച്ച് ബെറ്ററായിട്ട് മേയറായിട്ട് പ്രവർത്തിക്കാൻ പറ്റും, ആശാനാഥിന് കുറച്ചുകൂടെ നല്ലൊരു ഡെപ്യൂട്ടി മേയറായിട്ട് പ്രവർത്തിക്കാൻ പറ്റും എന്ന് കേന്ദ്ര നേതൃത്വത്തിന് തോന്നിയത് കൊണ്ടാണെന്നാണ് എൻ്റെ കണക്ക് കൂട്ടൽ. അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഞാൻ അംഗീകരിക്കുന്നു. എനിക്കതിൽ തർക്കമില്ല. കാരണം എല്ലാം മാറാമല്ലോ. നമ്മുടെ രാഷ്ട്രീയമാകുമ്പോൾ ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ച് മാറാം. അപ്പൊ കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു എന്ന് പറയുമ്പോൾ നമുക്കതിനെ എതിർത്ത് നിന്നുകൊണ്ട് പോടാ പുല്ല എന്ന് പറഞ്ഞിറങ്ങി ഓടാൻ എനിക്ക് പറ്റില്ല. കാരണം എന്നെ കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനത്തെ എതിർക്കാനാകില്ലല്ലോ എന്നതാണ് പറയുന്നത്. താൻ ഒരു കൗൺസിലർ ആകാനല്ല മത്സരിച്ചത്, മേയറാക്കാമെന്ന് ഉറപ്പിലാണ് മത്സരിച്ചത് എന്നത് വളരെ വ്യക്തമായി ശ്രീലേഖ പറയുകയാണ്. പക്ഷേ നമുക്കറിയാം വി രാജേഷിന്റെ സത്യപ്രതിജ്ഞ നടക്കുമ്പോൾ ഇറങ്ങിപ്പോകുന്ന ശ്രീലേഖയെ നമ്മൾ കണ്ടു. ആശാനാഥിന്റെ സത്യപ്രതിജ്ഞ നടക്കുന്നതിന് മുൻപും അവർ അവിടെ നിന്ന് പോകുന്നത് നമ്മൾ കണ്ടതാണ്. ആ പ്രതിഷേധമൊക്കെ വളരെ പരസ്യമായി തന്നെ പ്രകടിപ്പിച്ചിട്ടുണ്ട് ശ്രീലേഖ. അപ്പോൾ പോലും പുറമേക്ക് ഒന്നുമില്ല എന്ന് പറഞ്ഞൊഴിയുകയാണ് നേതാക്കൾ ചെയ്തിരുന്നത്. നിയമസഭയിലേക്ക് മത്സരിപ്പിക്കാം എന്ന തീരുമാനത്തിൽ ശ്രീലേഖയെ അനുനയിപ്പിച്ചു നേതൃത്വം എന്നതാണ് അപ്പോൾ നമ്മളും കരുതിയിരുന്നത്. എന്നാൽ ഇനി നിയമസഭയിലേക്ക് മത്സരിക്കാൻ ഇല്ല എന്ന് കൂടി ആ ശ്രീലേഖ പറയുമ്പോൾ അത്രമാത്രം ആ വിയോജിപ്പ് അവർക്കുണ്ട് എന്നത് കുറെ കൂടി വ്യക്തമാവുകയാണ്. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മേഡം മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു ഒത്തുതീർപ്പിലേക്ക് അതിനെപ്പറ്റി ചർച്ച ഒന്നും നടന്നിട്ടില്ല. എനിക്ക് താല്പര്യമില്ല. ഞാൻ മത്സരിക്കാൻ താല്പര്യമില്ല. ഇല്ല, എനിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താല്പര്യമില്ലാത്തതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും എനിക്ക് മത്സരിക്കാൻ താല്പര്യമില്ല. ഞാൻ ബി.ജെ.പി. പാർട്ടിയുടെ ഒരു പ്രവർത്തകയായി സേവനം ചെയ്യാനായിട്ട് മാത്രമാണ് എനിക്ക് ആഗ്രഹം. തനിക്ക് സേവനം ചെയ്യാൻ മാത്രമായിരുന്നു ആഗ്രഹം. നേതൃത്വം മേയർ സ്ഥാനം കാണിച്ച് തന്നെ നിർബന്ധിച്ച് മത്സരിപ്പിക്കുകയായിരുന്നു. ഇപ്പോൾ ജനങ്ങൾ വോട്ട് ചെയ്തതുകൊണ്ട് കൗൺസിലർ സ്ഥാനത്ത് 5 വർഷം തുടരണം, മറ്റൊരു തെരഞ്ഞെടുപ്പിലേക്കും താൻ മത്സരിക്കുന്നില്ല എന്ന കാര്യമാണ് ശ്രീലേഖ പറയുന്നത്. പക്ഷേ ബി.ജെ.പി. നേതാക്കൾ ഇതുവരെ പറഞ്ഞത് യാതൊരു തരത്തിലുമുള്ള അതൃപ്തി ശ്രീലേഖയ്ക്ക് ഇല്ല എന്നതാണ്. ഞാൻ ഇന്നലെ പുതിയ മേയർ വി രാജേഷിനുമായി ഒരു അഭിമുഖം നടത്തിയിരുന്നു. ഈ വിഷയങ്ങൾ വി രാജേഷിനോട് ഞാൻ നേരിട്ട് ചോദിച്ചിരുന്നു. അപ്പോൾ
എങ്ങനെയാണ് ശ്രീലേഖയിലേക്ക് തീരുമാനങ്ങൾ എത്തിയത്? ശ്രീലേഖ ഇപ്പോഴും അതൃപ്തിയിലാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതൊക്കെ ഒരു മാധ്യമ സൃഷ്ടി എന്ന നിലയിൽ ആണ് വി രാജേഷ് പറഞ്ഞ് നിർത്തിയത്. മാത്രവുമല്ല, ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല, ഇന്നുകൂടി കണ്ടതാണ് എന്ന് പറയുന്നു. ശ്രീലേഖയുടെ ഈ MLA ഓഫീസുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള പോരാട്ടത്തിൽ അവർ ഒറ്റയ്ക്കാണല്ലോ എന്ന് ചോദിക്കുമ്പോഴും അതൊക്കെ എഴുതിത്തള്ളുകയാണ് വി രാജേഷ് ചെയ്തത്. പക്ഷേ അതിന് പിന്നാലെയാണ് ഈ തുറന്നു പറച്ചിൽ ശ്രീലേഖയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അപ്പോൾ ഇന്നലെ രാജേഷ് പറഞ്ഞത് കൂടി ഒന്ന് കേൾക്കാം. ശ്രീലേഖ ഇപ്പോഴും ആ വിഷയം വിട്ടിട്ടില്ല, ഫേസ്ബുക്കിലൂടെയൊക്കെ പ്രതികരണമായി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ശ്രീലേഖ അതൃപ്തിയിലാണോ? വളരെ സന്തോഷത്തിൽ ഇന്ന് രാവിലെ ഞങ്ങൾ തമ്മിൽ 1 മണിക്കൂർ മീറ്റിംഗ് ഉണ്ടായിരുന്നു. വളരെ ക്രിയേറ്റീവായിട്ടുള്ള ചർച്ചകൾ, സംസ്ഥാന അധ്യക്ഷനുമായിട്ടുള്ള മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആശയങ്ങൾ കൈമാറി വളരെ സജീവമായിട്ട് വാർഡിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോഴും മേയർ സ്ഥാനത്തേക്ക് വാർഡിലേക്ക് എന്നെക്കാൾ സജീവമായിട്ട് വാർഡിൽ പ്രവർത്തിക്കുന്നുണ്ട്. മേയർ സ്ഥാനത്തേക്ക് ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ട പേരുകളിൽ ഒന്നുകൂടിയായിരുന്നല്ലോ ശ്രീലേഖ. അപ്പോൾ അതിനുശേഷം ഒഴിവാക്കപ്പെടുകയായിരുന്നു. വി രാജേഷ് ആ സ്ഥാനത്തേക്ക് വരികയായിരുന്നു. വി രാജേഷിനെ ആ സ്ഥാനത്തേക്ക് എത്തിച്ചതിൽ ആരുടെ പിന്തുണയാണ് ഏറ്റവും ശക്തമായത്? പാർട്ടി സംസ്ഥാന അധ്യക്ഷനാണ് ഈ ചുമതല ഏറ്റെടുക്കണമെന്ന് പറഞ്ഞത്. RSSന്റെ പിന്തുണ? സംസ്ഥാന അധ്യക്ഷനാണ് എന്നോട് ചുമതല ഏറ്റെടുക്കണമെന്ന് പറഞ്ഞു. RSSന്റെ പിന്തുണ ഞാൻ പറഞ്ഞത് സംസ്ഥാന അധ്യക്ഷനാണ് എന്നോട് ചുമതല ഏറ്റെടുക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹം മാത്രമേ എന്നോട് പറഞ്ഞിട്ടുള്ളൂ. അതിനുശേഷം ജില്ലാ പ്രസിഡന്റും സംസ്ഥാന ജനറൽ സെക്രട്ടറിയും പറഞ്ഞു. അപ്പോ ആ ശ്രീലേഖ മേയറാകണമെന്നത് ആഗ്രഹിച്ചിരുന്നത്, അല്ലെങ്കിൽ ആ ശ്രീലേഖയെ മേയറാക്കുമെന്ന് ഉറപ്പ് നൽകിയിരുന്നത് സംസ്ഥാന അധ്യക്ഷൻ ആണ് എന്ന തരത്തിലാണ് പുറത്തുവന്ന വിവരങ്ങൾ. അപ്പോൾ ആവർത്തിച്ച് സംസ്ഥാന അധ്യക്ഷനാണ് തന്നോട് ഈ ചുമതല ഏറ്റെടുക്കാൻ പറഞ്ഞത് എന്നതാണ് വി രാജേഷ് പറയുന്നത്. അത് നേതൃത്വത്തിന്റെ തീരുമാനമാണ് നടപ്പിലായത് എന്ന സന്ദേശമാണ് വി രാജേഷ് നൽകാൻ ശ്രമിച്ചത്. പക്ഷേ അതിനുമപ്പുറം വലിയ അതൃപ്തി ഉണ്ട് എന്നതാണ് ശ്രീലേഖയുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. ശ്രീലേഖ തന്നെ മേയറാകണം എന്ന തീരുമാനത്തിലായിരുന്നു സംസ്ഥാന അധ്യക്ഷൻ. പക്ഷേ കേന്ദ്ര നേതൃത്വത്തിന്റെയും RSSന്റെയും ഒക്കെ സമ്മർദ്ദത്തിന് അദ്ദേഹത്തിന് വഴങ്ങേണ്ടി വന്നതാണ്. ആ സാഹചര്യമാണ് ഇപ്പോൾ ശ്രീലേഖയുടെ ഈ തുറന്നു പറച്ചിലൂടെ കൂടുതൽ പുറത്തേക്ക് വരുന്നത്. എന്നാൽ ഈ രീതിയിൽ വലിയ വിവാദമായി ഈ തുറന്നു പറച്ചിൽ മാറുമ്പോൾ അതിന് പിന്നാലെ മാധ്യമങ്ങളെ കാണുമ്പോൾ ശ്രീലേഖ അല്പം മയപ്പെടുന്നുണ്ട്. തനിക്ക് അതൃപ്തി ഇല്ല എന്ന് പറയുകയാണ് ശ്രീലേഖ ചെയ്തത്. തനിക്ക് ഒരു അതൃപ്തിയും ഇല്ല, ഇപ്പോഴുമില്ല എന്ന് ഒരു ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വ്യക്തമാക്കുകയാണ് ശ്രീലേഖ ഏറ്റവും ഒടുവിൽ ചെയ്തിരിക്കുന്നത്. എന്തായാലും മഹത്തായ ഭാരതീയ ജനതാ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നതിൽ അഭിമാനം മാത്രം എന്ന് കുറിച്ചിരിക്കുകയാണ്. തനിക്ക് വേറെ ഒരു സ്ഥാനമാനങ്ങളും വേണ്ട എന്ന തരത്തിലാണ് അവർ ഏറ്റവും ഒടുവിൽ ആ അഭിപ്രായം പങ്കുവച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ തന്നെ ഒരു സ്ഥാനം നൽകി മോഹിപ്പിച്ച് മത്സരിപ്പിക്കാൻ ഇറക്കി അതിൽ നിന്ന് പിന്നീട് ഒഴിവാക്കുന്ന എന്ന കൃത്യമായ സന്ദേശമാണ് ശ്രീലേഖ നൽകിയിരിക്കുന്നത്. അത് നേതൃത്വത്തെ വെട്ടിലാക്കുന്നതാണ്. വി രാജേഷ് ഇതിനെക്കുറിച്ച് തനിക്ക് ഒന്നും മനസ്സിലായില്ല, എനിക്ക് സമയം കിട്ടിയില്ല, അതുകൊണ്ട് തന്നെ കാണാൻ കഴിഞ്ഞില്ല എന്നൊരു പ്രതികരണമാണ് ഈ തുറന്നു പറച്ചിൽ, ശ്രീലേഖയുടെ തുറന്നു പറച്ചിൽ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ പിന്നീട് നടത്തിയത്. അല്ല, ഞാൻ പറയുന്നത് അങ്ങനെ ഒരു ഓൺലൈനിൽ ചില വാർത്തകൾ വന്നു പറഞ്ഞതിലപ്പുറം അത് എൻ്റെയോ പഠിപ്പിട്ടിമാരോട് ഞാൻ ചോദിച്ചു, അവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അപ്പോൾ ഞങ്ങൾ രാവിലെ മുതൽ ഫീൽഡിലായിരുന്നു. ഞാനിപ്പോൾ എൻ്റെ മുൻ വാർഡ് പൂജപ്പുര വാർഡിലായിരുന്നു. അപ്പോൾ അക്കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടില്ല. അങ്ങനെയുള്ള കാര്യത്തിൽ ഞാനൊക്കെ എങ്ങനെയാണ് അഭിപ്രായം പറയുന്നത്? എന്തായാലും നേതൃത്വത്തിന് ഇനി ഇങ്ങനെ ഒഴിഞ്ഞു പോകാൻ പറ്റാത്തൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. അവർ നിലപാട് അല്പം മയപ്പെടുത്തിയെങ്കിൽ പോലും ശ്രീലേഖ പറഞ്ഞതൊക്കെ അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ്. BJPയിൽ വരുന്നവർക്ക് പരിഗണന കിട്ടുന്നില്ല എന്നത് വലിയ പരാതിയായി നേരത്തെയും ഉയർന്നു കേട്ടിരുന്നതാണ്. വലിയ ആഘോഷമായി BJPയിൽ എത്തുന്നവർക്ക് പാർട്ടിയിൽ വലിയ പരിഗണന ലഭിക്കുന്നില്ല, സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നില്ല എന്ന ആരോപണമാണ് ഉയർന്നിട്ടുള്ളത്. സത്യമാണ് എന്ന് ഒരിക്കൽ കൂടി തെളിയുന്നു ശ്രീലേഖയുടെ അനുഭവത്തിലൂടെ എന്ന് വേണം മനസ്സിലാക്കാൻ. DGPമാരായ TP സെൻകുമാർ, ജേക്കബ് തോമസ് എന്നിവർക്ക് പിറകെയാണ് കേരള കേഡറിലെ ആദ്യ വനിതാ IPS ഉദ്യോഗസ്ഥയായ ആ ശ്രീലേഖ BJPയിൽ എത്തിയത്. കൗൺസിലറായിരിക്കാനല്ല, BJPയുടെ സംസ്ഥാനത്തെ ആദ്യ മേയറാകാനാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് എന്നതാണ് ശ്രീലേഖ ഇപ്പോൾ തുറന്നു പറയുന്നത്. അപ്പോൾ ഉയരുന്ന ചോദ്യം, ശ്രീലേഖയെ എങ്ങനെ അനുനയിപ്പിക്കും നേതൃത്വം ഇനി എന്നതാണ്. പുതിയ സ്ഥാനം നൽകുമോ? മത്സരിക്കാൻ ഇല്ല എന്ന തീരുമാനം അത് ചർച്ചയിലൂടെ പരിഹരിക്കാനും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സാധ്യതയുള്ള ഏതെങ്കിലും ഒരു സീറ്റിൽ മത്സരിപ്പിക്കാനും BJP നേതൃത്വത്തിന് കഴിയുമോ? ശ്രീലേഖ ഈ അതൃപ്തി തുറന്നു പറഞ്ഞത് ഏത് സാഹചര്യത്തിലാണ്? ഈ സത്യപ്രതിജ്ഞ ഉൾപ്പെടെ കഴിഞ്ഞ് ഇത്രയും ദിവസത്തിന് ശേഷം ഇത് തുറന്നു പറയുമ്പോൾ എന്തെങ്കിലും തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണോ ശ്രീലേഖ അത് പറയുന്നത്? ശ്രീലേഖ BJP വിടുമോ എന്ന ഒരു ചോദ്യം കൂടി അവിടെ ഉയരുകയാണ്. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ശ്രീലേഖയ്ക്കായി വാദിച്ചു എന്നതാണ് മനസ്സിലാക്കിയത്.
BJP-യിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ ഇനി രൂക്ഷമാകുന്ന ഒരു സാഹചര്യത്തിലേക്കാകുമോ ശ്രീലേഖയുടെ ഈ തുറന്നു പറച്ചിൽ നയിക്കുക? അങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഉയരുകയാണ്. ഒരു നിർണായകമായ തെരഞ്ഞെടുപ്പിലേക്ക് BJP ഒരുങ്ങുന്ന ഘട്ടത്തിലാണ്. അതിന്റെ സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള ചർച്ചകൾ നടക്കുന്ന ഘട്ടത്തിലാണ് ശ്രീലേഖ ഇങ്ങനെ ഒരു അതൃപ്തി പ്രകടിപ്പിക്കുന്നത്. പ്രധാനമന്ത്രി വരാനിരിക്കുന്നു, അമിത്ഷാ 11-ന് എത്താനിരിക്കുന്നു. ആ ഘട്ടത്തിലാണ് BJP വലിയ ആഘോഷമാക്കിയ മേയർ തെരഞ്ഞെടുപ്പിലെ വിജയം അവിടെ വലിയ കല്ലുകടിയായി ശ്രീലേഖയുടെ തുറന്നു പറച്ചിലുകൾ എത്തുന്നത്. മറ്റൊന്ന്, ദേശീയ തലത്തിൽ 2014 ശേഷം BJP-യിൽ ചേർന്ന പല പ്രമുഖ നേതാക്കളും നമുക്കറിയാം, ഒന്നുകിൽ ED അന്വേഷണമോ അഴിമതി കേസുകളിൽ പെട്ടവരോ ഒക്കെ ആണെങ്കിൽ അവർക്കത് ഒഴിവായി കിട്ടും എന്ന വലിയ സാധ്യത BJP നൽകുന്നു എന്നത് വലിയ വിമർശനമായി തന്നെ ഉയർന്നിട്ടുണ്ട് ദേശീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വാഷിംഗ് മെഷീൻ ക്യാമ്പയിൻ അതിന്റെ ഭാഗമായിരുന്നു. അജിത് പവാർ, ഹിമന്ത ബിശ്വ ശർമ്മ, സുവേന്ദു അധികാരി തുടങ്ങി 20-ലധികം നേതാക്കളുടെ ലിസ്റ്റ് നമുക്ക് മുന്നിൽ തന്നെ അങ്ങനെ ഉണ്ട്. ഇങ്ങനെ വെളുപ്പിച്ചെടുക്കാനല്ലാത്തവർക്ക് BJP-ക്കൊപ്പം നിന്നാൽ എന്ത് ഭാവി എന്ന ചോദ്യവും പൊതുമണ്ഡലത്തിലുണ്ട്. അവിടെയാണ് ശ്രീലേഖയുടെ ഈ അതൃപ്തി ഇനി ചർച്ചയാകാൻ പോകുന്നത്. കേരളത്തിൽ സർപ്രൈസ് സ്ഥാനാർത്ഥികളെ തേടുകയാണ് BJP. കൂടുതൽ പ്രമുഖ നേതാക്കളെ തങ്ങൾക്കൊപ്പം കൊണ്ടുവരാൻ ഒക്കെ BJP പദ്ധതിയിടുന്നുണ്ട്. ആ പദ്ധതിക്കൊക്കെ തിരിച്ചടിയായി ശ്രീലേഖയുടെ തുറന്നു പറച്ചിൽ മാറുമോ എന്നതുകൂടിയാണ് കാണേണ്ടത്. എന്തായാലും അതിനുള്ള ഒരു ചർച്ച തുടക്കം ഒക്കെ ഇട്ടിരിക്കുകയാണ് ശ്രീലേഖയുടെ ഈ തുറന്നു പറച്ചിൽ.